നമ്മൾ ദിവസവും കുടിക്കുന്ന ചായയുടെ കഥയ്ക്ക് 5000 വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഇത്ര വർഷക്കാലം ചായ കുടിച്ചിട്ട് നമുക്ക് ചായയുടെ ചരിത്രം അറിയില്ലെന്ന് പറയുന്നത് വളരെ മോശമാണ്. ഒരു അബദ്ധത്തിൽ നിന്നും ലോകം മുഴുവൻ കീഴടക്കിയ ചായയുടെ ആ അത്ഭുത കഥ നമുക്കൊന്ന് കണ്ടാലോ? 5000 കൊല്ലങ്ങൾക്ക് പിന്നിലേക്ക് പോകാം. ചൈനയിലെ രാജാവ് ഷൈങ് നൂങ് കുടിക്കാൻ തിളപ്പിച്ച വെള്ളത്തിൽ പെട്ടെന്നുണ്ടായ കാറ്റത്ത് പറന്നു വന്ന് വീണതാണ് ഞാൻ. അദ്ദേഹം എന്നെ കളയാൻ നിന്നില്ല. കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ ഞാൻ വെള്ളത്തിന്റെ നിറം മാറ്റുകയും സുഗന്ധം പരത്തുകയും ചെയ്തു. രാജാവിനെ രുചിച്ചു നോക്കാൻ തയ്യാറായി. അദ്ദേഹത്തിന് എന്റെ രുചിയും മണവും ഇഷ്ടപ്പെടുകയും ശരീരത്തിൽ ഒരു ഉന്മേഷം കിട്ടിയതായിട്ട് തോന്നുകയും ചെയ്തു. അതായിരുന്നു ലോകത്തിലെ തന്നെ ആദ്യത്തെ ചായ. കുറെ കാലം ചൈനക്കാർ എന്റെ വിത്തുകൾ ആർക്കും കൊടുക്കാതെ രഹസ്യമായി സൂക്ഷിച്ചു. പക്ഷേ ബ്രിട്ടീഷുകാർ വിട്ടില്ല. അവർ ചൈനീസ് ഗോഡൌണുകളിൽ നിന്നും രഹസ്യമായി എന്റെ വിത്തുകൾ കള്ളക്കടത്ത് നടത്തി. മറ്റെന്തോ സാധനങ്ങൾക്കുള്ളിൽ വെച്ച് എന്നെ കപ്പൽ മാർഗം അവർ ഇന്ത്യയിൽ എത്തിച്ചു. അങ്ങനെ എനിക്ക് അനുയോജ്യമായ കാലാവസ്ഥയുള്ള അസമിലും ഡാർജിലിംഗിലും പിന്നെ നമ്മുടെ സ്വന്തം മൂന്നാറിലും ഞാൻ വളരാൻ തുടങ്ങി. ഞാനിപ്പോൾ വെറുമൊരു ചായ മാത്രമല്ല, സുലൈമാനിയായും പാൽ ചായയായും ഗ്രീൻ ടീ ആയും മസാല ചായയായും അങ്ങനെ തുടങ്ങി എന്തെല്ലാം പേരുകളാണ് എനിക്ക്. അതെ, ചായ ഒരു വികാരം തന്നെയാണ്. ഇനി അടുത്ത തവണ ചായ കുടിക്കുമ്പോൾ എന്നെ ഓർക്കില്ലേ നിങ്ങൾ? പറയൂ, നിങ്ങൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണ് ചായയെന്ന്.